മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ ആരിൽ നിന്നും അളവിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. കാരണം അടുപ്പം എത്രമാത്രം കൂടുന്നുവോ അകലുമ്പോൾ വേദനയും അത്രമാത്രം കൂടും. ഭക്തരെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ ജയിക്കാൻ ചുറുചുറുക്കും ഉത്സാഹവും വേണം. രണ്ടാം പകുതിയിൽ ജയിക്കാൻ ക്ഷമയും അച്ചടക്കവും അത്യാവശ്യമാണ്. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ഭക്തരെ, നിങ്ങൾക്ക് സംഭവിക്കുന്നതിനെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സംഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. കാലം ഒരു മുറിവും ഉണക്കാറില്ല. ആ മുറിവുമായി എങ്ങനെ ജീവിക്കാമെന്ന് മാത്രം പഠിപ്പിക്കുന്നു. ഭക്തരെ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരല്ല. ഭക്തരെ, ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക. ഭക്തരെ, ചില മനുഷ്യർ തളർന്നു പോയാൽ പിന്നെ ഒന്നിനോടും അവർക്ക് താല്പര്യം കാണില്ല, ജീവിതത്തോടു പോലും. ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കൂ. ഭക്തരെ, വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിന് ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യമില്ല. ഭക്തരെ, ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോരാളിയായി മാറുന്നത് ഒന്ന് കാലിടറി വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ്. തെളിച്ചമുള്ള മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള വഴി എവിടെയെങ്കിലും കാണും. നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. ഭക്തരെ, സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ കുറവുകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം ആത്മാർത്ഥമാകുന്നത്. ഭക്തരെ, നിങ്ങൾക്ക് വില നോക്കാതെ എന്തെങ്കിലും വാങ്ങാൻ കഴിയണമെങ്കിൽ നിങ്ങൾ സമയം നോക്കാതെ നിങ്ങളുടെ ജോലി ചെയ്യണം. നിറം ഏതായാലും നിഴൽ കറുപ്പ് തന്നെയായിരിക്കും. ഭക്തരെ, ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. ഭക്തരെ, അമിതമായി ഈശ്വരഭക്തി കാണിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക. അവരുടെ ഉള്ളിൽ ഒരിക്കലും ദൈവമുണ്ടാകില്ല. കാരണം വാക്കുകളല്ല, പ്രവർത്തികളാണ് ശരിയായ ഭക്തി. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിക്കുക. മറ്റുള്ളവർ എന്തും പറയട്ടെ, ജീവിതം നിങ്ങളുടേതാണ്. ഭക്തരെ, ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കാനും ഭ്രാന്തനെ മനുഷ്യനാക്കാനും കഴിയുന്ന ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് സ്നേഹം മാത്രമാണ്. ഭക്തരെ, നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലായിരിക്കും. എന്നാൽ ഓടുക. ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക. നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക. പക്ഷേ ചെയ്യുന്നത് എന്തുതന്നെയായാലും മുന്നോട്ട് തന്നെ നീങ്ങുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.